പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തന്റെ തോൽവി സമ്മതിക്കാൻ സാധിക്കാതെ ചന്ദ്രലേഖ ആകെ അസ്വസ്ഥയായിരിക്കുകയാണ്. ഇനി എന്തു ചെയ്യും, എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും മുതലായ ചോദ്യങ്ങളാണ് ഇപ്പോൾ മുൻപിൽ ബാക്കിയാകുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തോൽവിയായിരുന്നു തനിക്ക് ഉണ്ടായത് എന്നുള്ള കാര്യവും സമ്മതിക്കുന്നതിനായി തയ്യാറാകുന്ന അവൾ പക്ഷേ ഇതിനെല്ലാം പ്രതികാരം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്നെ തോൽപ്പിച്ച് അവൾ അങ്ങനെ മിടുക്കിയായി മുന്നിലേക്ക് പോകാൻ ഞാൻ അനുവദിക്കുകയില്ല. അവളെ നശിപ്പിക്കുക തന്നെ ചെയ്യും. ഞാൻ ചെയ്തതിന് പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും എന്ന ചന്ദ്രലേഖ മനസ്സിൽ കുറിച്ചിടുകയും ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ അർച്ചനയ്ക്കെതിരെ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിലാണ് ഒടുവിൽ താൻ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി അർച്ചനയെ ചെന്ന് കാണണം എന്നുള്ള തീരുമാനം അർച്ചനയുടെ ഭർത്താവ് എടുക്കുന്നത്. ചിന്നമ്മളുടെ കാര്യത്തിലും താൻ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്ന മനസ്സിലാക്കിക്കൊണ്ടാണ് മുന്നിലേക്ക് അയാൾ കടന്നു വരുന്നത്. അർച്ചനയെ ചെന്ന് കാണുന്ന അയാൾ, എനിക്ക് ഒരുപാട് തെറ്റ് സംഭവിച്ചു എന്നത് സത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിന്നോട് മാപ്പ് ചോദിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഞാൻ ഒരുപാട് തെറ്റുകൾ നിന്നോട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിന്റെ കാൽക്കൽ വീണ മാപ്പ് പറയാനാണ് ഞാനിപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. എന്നോട് നീ ക്ഷമിക്കണം. ഞാൻ ചെയ്ത തെറ്റുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് നിന്നെയും എൻ്റെ മകളെയും എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ കാര്യം കേട്ട് അർച്ചന ആകെ പകച്ചു പോയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.